വിജയകുമാർ സാർ, ഇവിടെ ഇപ്പോ ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട്സിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ ശരി, മാഷ് പെട്ടെന്ന് പൂർത്തിയാക്കിയോളൂ. ശരി. അല്ല, ഒരു മിനിറ്റ് കൂടി വേണോ? വേണു, ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് കൊല്ലം എത്രയായി? അന്ന് മുതൽ കേരളത്തിന് കിട്ടാൻ പോണ പണം എത്രയാന്ന് പ്രകാശ് മാഷ്ട പാർട്ടിക്കും സർക്കാരിനും അറിഞ്ഞുകൂടെ? അന്ന് അവരെന്താ സമരം ചെയ്യാഞ്ഞേ? ആ കമ്മീഷന്റെ ധനകാര്യ കമ്മീഷന്റെ കാലാവധിയും കഴിഞ്ഞ് പുതിയ ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്താണോ 15ാം ധനകാര്യ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് മോശമാണെന്ന് പറഞ്ഞു പോയത്? അങ്ങനെയാണെങ്കിൽ അന്ന് അവർക്ക് കോടതി പോകാമായിരുന്നില്ലേ? ഇപ്പൊ ഞാൻ പറയുന്നത് ഈ സമയം തെരഞ്ഞെടുത്തതിന്റെ പ്രാധാന്യമാണ്. സമരത്തിന് വേണ്ടിയിട്ട് നിക്കക്കളിയില്ലാത്ത അവസ്ഥയാണ്. കടം കയറി മുങ്ങി താഴുകയാണ്. കാരണം ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഇവര് തന്നെയാണ്, വേറെ ആരുമല്ല. ഇവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് കേരളത്തെ. ശരി, വിജയകുമാർ സാർ, ഇപ്പൊ ഇവിടെ ഈ 5 മാസമായിട്ട് നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു എന്ന് എല്ലാവരും വിലപിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 10 കോടി കേരളീയത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയല്ല, ഒരു വലിയ ധൂർത്ത് എന്ന നിലയിൽ അത് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന KSSPL കൃത്യമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കണ്ടെത്തുന്നതിനും കൊടുക്കുന്നതിനുമുള്ളൊരു സംവിധാനമാക്കി സർക്കാർ കൊണ്ടുവന്നതല്ലേ? അതിലെ ആ ഇടപാട് പോലും മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് കടമെടുപ്പ് പരിധി കുറയ്ക്കുന്നു. അതിലൂടെ ആരെയാണ് ശിക്ഷിച്ചത്? ഏത് വിഭാഗത്തെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്? ഈ ഇപ്പോൾ പ്രകാശ് മാഷും മുഖ്യമന്ത്രിയുമൊക്കെ ആവർത്തിക്കുന്ന ഈ പബ്ലിക് അക്കൗണ്ട്സ് അതുൾപ്പെടെ ഈ പറയുന്ന മുൻകാല പ്രാബല്യം കൊടുക്കണം. അപ്പോഴാണ് കടത്തിൻ്റെ വലിപ്പം കൂട്ടാൻ കഴിയുക. കടത്തിൻ്റെ വലിപ്പം അങ്ങനെ കൂട്ടുമ്പോഴേ കടമെടുപ്പ് പരിധി നിർബന്ധമായും കുറയ്ക്കാൻ കഴിയുക. അങ്ങനെ ഏതൊക്കെ രൂപത്തിലുള്ള ദണ്ഡനമുറകളാണ് കേരളത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്? മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അത്തരമൊരു സവിശേഷമായ സാമ്പത്തിക ദണ്ഡനമുറയ്ക്ക് വിധേയമാകേണ്ടി വന്നുവെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങ് ആ ധൂർത്തിൻ്റെ ഭാഗം പറഞ്ഞത് അംഗീകരിച്ചാൽ ഈ മറുഭാഗത്തെ പറ്റിയുള്ള അങ്ങയുടെ നിലപാടെന്താണ്? മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതില്ല എന്ന് വേണു പറഞ്ഞത് ശരിയാണ്. അതിനുള്ള കാരണം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി വേറെ ഒരു സംസ്ഥാനം ഉണ്ടാക്കിയിട്ടില്ല. അത് വളരെ വിചിത്രമാണ്. നമുക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ് 60 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലോ. ഇന്ത്യയിലെ കേരളത്തിനേക്കാളും കൂടുതൽ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആന്ധ്ര കൊടുക്കുന്നുണ്ട്, തെലുങ്കാന കൊടുക്കുന്നുണ്ട്, ഹരിയാന കൊടുക്കുന്നുണ്ട്, ഗോവ കൊടുക്കുന്നുണ്ട്, ഡൽഹി കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും 2000 രൂപയിൽ കൂടുതലാണ് കൊടുക്കുന്നത്. വേണു സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അല്ല, എനിക്കറിയാത്ത കാര്യമാണ്, ഞാൻ തിരുത്താൻ തയ്യാറാണ്. എത്ര പേർക്ക് 60 ലക്ഷം പേർക്കാണ് കേരളത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് 60 ലക്ഷം? അതിപ്പോ ഗോവയിലും ഡൽഹിയിലും അവരുടെ പോപ്പുലേഷൻ കേരള പോപ്പുലേഷനുമായിട്ട് കമ്പയറബിൾ അല്ലല്ലോ. ഗോവയും ഡൽഹിയും ഇവിടെ ആന്ധ്ര, തെലങ്കാന എത്രയാണ് നമ്പർ നോക്കാം. ഒരു കാര്യമുണ്ട് വേണു, ഇനി മാത്രമല്ല തെലങ്കാന എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ആന്ധ്രയും അങ്ങനെയാണ്, കർണാടകയും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ അവസാനം കേരളം അങ്ങനെയാണോ? ഞാൻ പറഞ്ഞ ഇടപെടരുത് വേണു, ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്കളെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ അനുവദിക്കുക. ഈ 2 കാര്യങ്ങൾ. പെൻഷൻ കൊടുക്കാൻ ഒരു കമ്പനി, ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനാൻസിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് അറിയാം. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അതിനൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലയബിലിറ്റി ഉണ്ടാവും. ഈ കേരള സ്റ്റേറ്റ് പെൻഷൻ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിൽ എന്താണുള്ളത്? റവന്യൂ ഇല്ല, ബോറോയിങ് മാത്രമാണ്, ചെലവ് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു കമ്പനിയാണ് നടന്നു പോവുക? അസറ്റ്സ് ഒന്നുമില്ല, ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു കമ്പനി. അങ്ങനെയല്ല കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസിൽ മനസ്സിലാക്കുന്നത്. പിന്നെ കേരള ട്രഷറിയിലത്തെ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രഷറി ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാണ്. നമ്മളൊരു 3 കൊല്ലം മുമ്പ് സർക്കാരിൻ്റെ പൊതുവെ പലിശ നിരക്ക് കുറഞ്ഞു വരുന്ന സമയത്ത് പലിശ നിരക്ക് ഇനി കുറയ്ക്കാൻ പോകണു എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരിലൊക്കെ എനിക്കറിയാം രാത്രി 7 മണിയായിട്ടും ആളുകളുടെ ക്യൂ നിന്നില്ല. കാരണം വലിയ ചാക്കിലൊക്കെയാണ് പണം കെട്ടി കൊണ്ടുവരുന്നത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി. കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു 3000-4000 കോടി രൂപ സർക്കാർ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫൈനാൻസ്, ഞാൻ ഇക്കണോമിക്സ് ഫൈനാൻസ് ആണ് പറയുന്നത്, ഫൈനാൻസിൽ +2 കുട്ടികളടുത്ത് ചോദിച്ചാൽ മതി, അവർ പറയും ഫൈനാൻസിൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്, അസറ്റ്സ് എന്ന് പറയുന്നത് ലോൺസ് ആണ്. അപ്പോൾ ഡെപ്പോസിറ്റ്സ് എടുത്ത് 3000 കോടി രൂപ വന്നു, സർക്കാർ എടുത്ത് ചിലവാക്കി, അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. എന്താ അതിനകത്ത് സംശയം?
അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്, യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. വേറെ സംസ്ഥാനങ്ങളൊന്നും ചെയ്യാത്ത രീതിയിൽ കടം വാങ്ങിയിട്ട് കടം പെരുകിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു ബജറ്റൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് കുറച്ച് സാമ്പത്തിക വിശകലനത്തിനകത്ത് വേണം. ബജറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നെ എന്താ അറിയോ, ഒരു ഫൈനാൻഷ്യൽ ഡോക്യുമെൻ്റ് ഓഫ് പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സ്പെക്റ്റഡ് റവന്യൂ. പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സ്പെക്റ്റഡ് റവന്യൂ എന്താണ് പ്രതീക്ഷിക്കുന്ന വരുമാനം, എന്താണ് ഉദ്ദേശിക്കുന്ന ചെലവ്. 24,000 കോടി രൂപ ഒറ്റ വർഷത്തിൽ അധിക ചെലവാണ് ശമ്പള പരിഷ്കരണം ഉണ്ടായത്. ഒറ്റ വർഷത്തിൽ 24,000 ചില്ലാനം കോടി രൂപ. അതിൻ്റെ വരവ്, അതിൻ്റെ വരുമാനം എവിടുന്ന് വരും? 1 രൂപ ഞങ്ങൾ ഇന്ന രീതിയിൽ വരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണോ പബ്ലിക് ഫൈനാൻസ് മാനേജ്മെൻറ്റ്? ഇതാണോ ബജറ്റ് മാനേജ്മെൻറ്റ്? അപ്പോൾ 2016 ധവളപത്രത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ സർക്കാർ ഒറ്റ കാര്യം കൂടി അതിന്റെ മറുപടി ശേഷം എനിക്ക് ഇടവേളയിലേക്ക് പോകണം. വിജയകുമാർ സാർ, ഈ 10% നിന്ന് 28% സെസ്സും സർചാർജും കൂട്ടിയ കേന്ദ്ര സർക്കാരിന്റെ നടപടി, അത് കേന്ദ്ര നികുതിയുടെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള വളഞ്ഞ വഴിയായിരുന്നില്ലേ? അതിൻ്റെയെങ്കിലും അവകാശം നമുക്കില്ലേ? അത് ഭാഗികമായിട്ട് അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് വെക്കാം. പക്ഷേ അതിന് മറുവശം ഞാൻ പറഞ്ഞു തരാം. ഈ 15ാം ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് 32 42% വർദ്ധിക്കുകയാണ് ചെയ്തത്. പിന്നീട് 41 ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സ്റ്റേറ്റസ് മാറിയുകൊണ്ട് മാത്രം 42 തന്നെയാണ് ഇഫക്റ്റീവിൽ. അത് അങ്ങനെ പെട്ടെന്ന് വർദ്ധിച്ച സമയത്ത് സർക്കാരിൻ്റെ ചെലവിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായി കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിൽ. അത് നികത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ സെസ്സും സർചാർജൊക്കെ തന്നെ ചെയ്തത്. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മളെപ്പോഴും പറയുന്നത്, കേരളം പറയുന്നു നമ്മൾ മറ്റ് ബീഹാർ കൂടുതൽ കൊടുക്കുന്നു, UPക്ക് കൂടുതൽ കൊടുക്കുന്നു, അപ്പോൾ കേരളത്തിന് കിട്ടുന്നത് അവിടേക്ക് പോയി. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കേന്ദ്രം പണം ചെലവ് ചെയ്യുന്നത്, കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു പ്രദേശമല്ലല്ലോ. കഴിഞ്ഞ വർഷത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം കേന്ദ്രം സ്പെൻഡ് ചെയ്തത് 10 ലക്ഷം കോടിയാണ്. ഈ ബജറ്റിൽ അത് 11.11 ലക്ഷം കോടിയാണ്. ഇത് ചെലവിടുന്നത് മുഴുവൻ ഇന്ത്യയിലാണ്, അല്ലാണ്ട് ഒരു പ്രത്യേക പ്രദേശത്തല്ല. കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും ആന്ധ്രയ്ക്കും UPക്കും ബീഹാറിനും വെസ്റ്റ് ബംഗാളിനും ഒക്കെ ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ശരിയായിരിക്കുമ്പോഴും ഇന്ന് കർണാടകം പറഞ്ഞൊരു കാര്യമുണ്ട് സാർ. ഇന്ത്യ എന്ന് പറയുന്ന എല്ലാ പ്രദേശത്തിനും വേണ്ടിയാണ് കേന്ദ്രം ചെലവിടുന്നതെന്ന് പറയുമ്പോഴും കർണാടകത്തിൽ 200 പ്രദേശങ്ങൾ വരൾച്ചയിലാണ്, അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഈ മോദി എന്ന്. അതും ഒരു പ്രദേശമാണ് എന്ന് മോദിയെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് അവരവിടെ സംഘടിച്ചത്. നാളെ കേരളം സംഘടിക്കാനിരിക്കുന്നതും. ഒരു ഇടവേളയിൽ കൂടി പോയതിനു ശേഷം മറ്റതിഥികളിലേക്ക്.